ബദ്ധാവസ്ഥയിൽ നിന്നുള്ള മുക്താവസ്ഥയിലേക്കുള്ള യാത്രയുടെ ആദ്യത്തെ പടി ഒരു പരിശുദ്ധ ഭക്തന്റെ നിർദ്ദേശങ്ങളാണ്. ഗുരുവിലൂടെ ലഭിക്കുന്ന നിർദ്ദേശങ്ങളാണ് ആദ്യത്തെ പടി. ആ നിർദ്ദേശങ്ങളെ നമ്മൾ പാലിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ മുക്തിയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. അതായത് നിങ്ങൾ ദീക്ഷ എടുത്ത് 16 മാല ജപിച്ച് 4 യമനിയമങ്ങൾ പാലിക്കാം എന്ന ഒരു നിർദ്ദേശത്തെ പാലിച്ചു തുടങ്ങുമ്പോൾ മുതൽ നിങ്ങളുടെ ആദ്യത്തെ പടി ആരംഭിച്ചു. അന്നേരം ആ വ്യക്തിക്ക് പല പല ഭൗതിക ആഗ്രഹങ്ങളും കാണും. പക്ഷെ ഗുരുവിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചുകൊണ്ട് അതിനെല്ലാം ത്യജിക്കുകയാണ്. കൃഷ്ണാനുഭവത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ അതിൽ ഉറച്ചു നിൽക്കുമ്പോൾ, അതായത് ഗുരു നൽകുന്ന നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഉള്ളിലെ അന്ധകാരം അണയും. ഭൗതിക ആസ്വാദനത്തിനോടുള്ള താല്പര്യം കുറയും. അപ്പോൾ ഭഗവാന്റെ മായാശക്തിയെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈസി അല്ല, എളുപ്പമല്ല. പക്ഷെ ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നിർദ്ദേശങ്ങളാണ്. ആ നിർദ്ദേശങ്ങളെ പാലിക്കുന്നതിലൂടെ നമ്മൾക്ക് സത്യത്തെ തിരിച്ചറിയാം. അങ്ങനെ ആ വ്യക്തിക്ക് ക്രമേണ മനസ്സിലാവും, എന്താ, ഞാൻ എന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം കിട്ടത്തില്ല, മറിച്ച് ഞാൻ ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിലൂടെ മാത്രമേ എനിക്ക് സന്തോഷം ലഭിക്കുകയുള്ളൂ. ഇതേ കാര്യം തന്നെയാണ് വേദങ്ങളിലും പുരാണങ്ങളിലും എല്ലാ ശാസ്ത്രങ്ങളിലും പറയുന്നത്.